ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള നോർമൽ കുറച്ച് ഡിലേസ് വന്നാൽ എന്നാലും നമ്മൾ പറയില്ല ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഈ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതങ്ങനെ ഒരു എന്താ പറയേണ്ടത് ഒരുപാട് വലിയ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പക്ഷേ ഒരു കൊച്ചു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോണറായിരിക്കും, നമുക്കൊരു ഫീൽ ഗുഡ് സിനിമയുടെ കാറ്റഗറിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചതൊരു ഭയങ്കരമായൊരു മേക്ക് ഓവറോ, കാരണം ഒരു മാറ്റമില്ല, കുറേ നാളുകളായിട്ടൊരു മാറ്റമില്ല. ചേച്ചിയുടെ ഒരു നല്ലൊരു മേക്ക് ഓവർ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ പറയുന്നത് ഇത്ര കിലോ കുറച്ചു എന്നൊക്കെ. അത് ഞാൻ അവളോട് പേഴ്സണലി പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോൾ കേട്ടെന്നേ ഉള്ളൂ. സത്യമാണോ പറയുമ്പോൾ? കാരണം അതിനകത്ത് എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? സീക്രട്ട് ഒന്നുമില്ല മോനെ, ഈ പറഞ്ഞ പോലെ വെയിറ്റ് കയ്യിൽ നിന്ന് പോയി തുടങ്ങിയപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ ഹെൽത്ത് ശരിയാവുന്നില്ല എന്ന് തോന്നി. സോ എനിക്ക് എൻ്റെ പേഴ്സണൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഡയറ്റ് നോക്കി എക്സസൈസ് നോക്കി അങ്ങനെ ഇച്ചിരി ഒന്ന് കുറച്ചു. കാരണം അത് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്, തടി കുറയ്ക്കുക എന്നുള്ളൊരു ചലഞ്ച് വന്നിട്ടുണ്ട്. അതിനെ നമ്മുടെ ലാലേട്ടനടക്കം പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലവിലുള്ളപ്പോഴാണ് അപ്പൊ അത് എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒബിസിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പം നമ്മൾ പറയും നമ്മൾ തടി കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ചലഞ്ചായിട്ടോ അല്ലാതെ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? പറയുന്ന പോലെ നമ്മൾ ഒരു സുപ്രഭാതത്തിലല്ലല്ലോ ഇത്രയും തടി കൂടുന്നത് എന്ന് പറയുന്ന പോലെ ഒരു വൺ ഫൈൻ മോർണിംഗിൽ ഒരിക്കലും തടി കുറയില്ല. പിന്നെ വേണ്ടുന്നത് കൺസിസ്റ്റൻസിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് തന്നെ നമ്മളിപ്പം 1-2 ആഴ്ചയൊക്കെ ഭയങ്കര ഡയറ്റ് നോക്കിയിട്ട് 3-ാമത്തെ ആഴ്ച കയ്യിൽ നിന്ന് പോകുന്ന ഒരാളാണ്. ഇതിപ്പം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന് പറയുന്ന പോലെ ഒരു കഴിഞ്ഞ 8 മാസങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നോക്കിയത് കൊണ്ട് ഉണ്ടായ ഒരു ചെറിയൊരു മാറ്റം. ഫുഡിലാണോ സാക്രിഫൈസ് ചെയ്തത്? ഫുഡ് മാത്രമല്ല, ഡയറ്റും പ്രാധാന്യപ്പെടും. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണല്ലോ ക്വാളിറ്റീസാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഷൂട്ടിൻ്റെ ഇതിലാവുമ്പോൾ നമ്മൾ പുറത്തെ ഫുഡുകളായിരിക്കും കൂടുതലും കഴിക്കുന്നത്. അതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഈറ്റ് ക്ലീൻ, പിന്നെ ബേസിക്സ് എക്സസൈസ്. ഞാൻ ഹെവി എക്സസൈസ് ഒന്നും ചെയ്യുന്ന ആളല്ല, എന്നെക്കൊണ്ട് അതിന് പറ്റാറില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഷൂട്ട് സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 10-10:30 ആയിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. സോ അത് പോസിബിൾ ആവാറില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ പറ്റുന്ന സമയങ്ങളിൽ വാക്കിന് പോവും. പിന്നെ നമ്മൾ ഹോട്ടൽ റൂംസിലാണെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്ലോർ എക്സസൈസ് ചെയ്യും. അങ്ങനെയൊക്കെ എൻ്റെതായ രീതിയിൽ കുറച്ച് ശ്രമിച്ചു കുറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഡയറക്റ്റ് ചെയ്യുന്ന മച്ചാൻ്റെ മാലാഖ ഒരു നല്ലൊരു വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്.